അങ്ങനെ നമ്മുടെ കൊച്ചിയിലെ ആദ്യത്തെ ഡേ അതാ നമ്മൾ ഫ്രഷൊക്കെ ആയിട്ട് ഊബറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഫസ്റ്റ് തന്നെ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെയുള്ള ഒരു ഫേമസ് മ്യൂസിയത്തിലേക്കായിരുന്നു. അതിലൊരാൾക്ക് വരുന്നത് 200 ആണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ക്യാമറ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല. 45,000 വരുന്ന പഴയകാല ഐറ്റംസ് ഒക്കെ ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഒരു 1.5 മണിക്കൂറിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ലഞ്ച് കഴിക്കാനായിരുന്നേ. നല്ല അടിപൊളി കിഡ്ലോസ്കി സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ കൊച്ചി എന്ന് പറയുമ്പോൾ തന്നെ ഫസ്റ്റ് പറയുന്ന മറൈൻ ഡ്രൈവ് അവിടേക്ക് എത്തിപ്പെട്ടത്. കൊച്ചിയിലേക്ക് പോകാൻ പ്ലാൻ ഉണ്ടായപ്പോൾ തന്നെ മനസ്സിൽ ഫസ്റ്റ് കണ്ടത് ഈ ഒരു കാഴ്ച തന്നെയായിരുന്നു കേട്ടോ. അവിടെ എത്തിയപ്പം അടിപൊളിയായിരുന്നു. നല്ല തണുത്ത കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് നല്ല ചൂടിന്ന് ഒരു തണുപ്പുള്ള അടുത്തേക്ക് പോയൊരു ഫീലിംഗ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ തന്നെ ഇരുന്നു കുറേ നേരം. ശേഷം ഒരുപാട് ബോട്ടുകളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് കേട്ടോ ബോട്ട് റൈഡിന് കയറിയാലോ എന്നൊരു ആഗ്രഹം. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്തിട്ട് അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് ഒരു ഐസ്ക്രീമും കഴിച്ചു കേട്ടോ. ബോട്ട് കയറിയിട്ട് പിന്നെ ഒരുപാട് കാഴ്ചകൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. കൊച്ചിയിൽ പോകുന്നവർ മസ്റ്റായിട്ടും ഈ ഒരു ബോട്ട് റൈഡ് കയറണം കേട്ടോ. ഞങ്ങൾ ഫസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ റൈഡ് കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നമ്മളതിൽ കയറിയിട്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കരമായിട്ട് മിസ്സാകുമായിരുന്നു. കാരണം 100 രൂപയുള്ളൂ നമുക്ക് ഒരാൾക്ക് ടിക്കറ്റിന് വരുന്നത്. 1.5 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം.